ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സോളാർ പാനൽ നമുക്ക് അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യാം, എത്ര വാട്ട്സാണ് കാര്യങ്ങളെന്ന് കറക്റ്റായിട്ട് നമുക്ക് നോക്കുന്നത്. ഇതിപ്പോൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. രണ്ട് ടൈപ്പ് പാനലാണ് വരുന്നത്. മോണോ ക്രിസ്റ്റൽ പാനലും വരുന്നുണ്ട്, അതുപോലെ തന്നെ പോളി ക്രിസ്റ്റൽ പാനലും വരുന്നുണ്ട്. മോണോ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അതായത് വളരെ ലോ ലൈറ്റിൽ ഉണ്ടെങ്കിൽ പോലും മോണോ ക്രിസ്റ്റൽ ലൈറ്റിൽ നമുക്ക് ഹൈ എഫിഷ്യൻസി കിട്ടും. അതായത് ചെറിയ മഴക്കാരുണ്ടെങ്കിൽ പോലും നല്ല പ്രത്യേകിച്ച് അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പോളി ക്രിസ്റ്റൽ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഇപ്പോൾ ഈ കാണുന്നത് പോളി ക്രിസ്റ്റലാണ്. പോളി ക്രിസ്റ്റലും മോണോ ക്രിസ്റ്റലും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മോണോ ക്രിസ്റ്റൽ കുറച്ചുകൂടി ഡാർക്ക് കളറായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ പോളി ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റും. പഴയ മോഡൽ അത്യാവശ്യമൊക്കെ വരുന്നത് പോളി ക്രിസ്റ്റലാണ്. എന്നാൽ റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് പോളി ക്രിസ്റ്റലാണ് കുറച്ച് റേറ്റ് കുറവ് വരുന്നത്. മോണോ ക്രിസ്റ്റൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. കാരണം എഫിഷ്യൻസി കൂടുതലുള്ളതുകൊണ്ടാണ്. അതിൻ്റെ ടെക്നോളജി കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പോളി ക്രിസ്റ്റലിനെ അപേക്ഷിച്ച് മോണോ ക്രിസ്റ്റലിന് ടെക്നോളജിയിൽ ഹൈ ടെക്നോളജിയാണ് വരുന്നത്. റേറ്റും കുറച്ച് കൂടുതലാണ്. എന്നാൽ എക്കണോമിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോളി ക്രിസ്റ്റലാണെങ്കിലും അത്യാവശ്യം നമുക്ക് എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡയഗ്രാം കാര്യങ്ങളൊക്കെ നോക്കി തന്നെ അറിയാൻ പറ്റും. ഇതിൻ്റെ ഓരോ സെല്ലുകളായിട്ടാണ്. അതായത് നമ്മൾ സാധാരണ ബാറ്ററിയുടെ സെല്ല്, അത് ബാറ്ററി പോലെ തന്നെയാണ് ഇതിൻ്റെ സീരീസ് കണക്ഷനും പാരൽ കണക്ഷനും വരുന്നത്. ഇത് ഓരോ സെല്ലിനും ഇത്ര വോൾട്ടേജ് വെച്ചിട്ട് കറക്റ്റായിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഒറ്റ ലെയറിൽ ഇപ്പോൾ 260 വാട്ടിൻ്റെ ഈ പാനൽ വിക്രം എന്ന് പറയുന്ന കമ്പനിയുടെയാണ്, വിക്രം സോളാർ എന്നുള്ള കമ്പനിയുടെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഓരോ സെല്ലിനും ഇത്ര വോൾട്ടേജ് എന്ന് കറക്റ്റായിട്ടുണ്ട്. അതിൻ്റെ ആംബിയർ കാര്യങ്ങൾ നമുക്ക് എത്ര വോൾട്ടേജ് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. അത് കുറച്ചൊന്ന് ക്ലിയർ ചെയ്ത് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ അതിൻ്റെ താഴത്ത് വന്നിരിക്കുന്ന കണക്ഷൻസാണ്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് 24 വോൾട്ടേജ് പാനലാണ് വരുന്നത്. അതായത് 24 വോൾട്ടേജ് 260 വാട്ടാണ് വരുന്നത്. ആദ്യമേ തന്നെ ഡി സിയിൽ, അതായത് 24 വോൾട്ടേജ് പാനലായതുകൊണ്ട് നമ്മൾ 200ലേക്ക് ഇടണം. വോൾട്ടേജ് മൾട്ടിമീറ്ററിലേക്ക് വോൾട്ടേജ് 200ലേക്ക് ഇടണം. കാരണം നന്നായിട്ട് വെയിലുള്ള സമയങ്ങളിൽ 24 വോൾട്ടേജ് പാനലാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വോൾട്ടേജ് കാര്യങ്ങൾ ലഭിക്കും. 24 വോൾട്ടേജ് 9 ആംബിയറാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഓപ്പൺ വോൾട്ടേജിൽ നമുക്ക് കിട്ടുന്ന 31 വോൾട്ട് വരെ കമ്പനി പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് നെഗറ്റീവിലേക്ക് കൊടുക്കുക. അത് തന്നെ പോസിറ്റീവ് ഡി സി വോൾട്ടേജ് ആണ്. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല. പല ടൈപ്പ് പാനലുകൾ ഇറങ്ങുന്നുണ്ട്. എ സി വോൾട്ടേജ് പാനൽ ഇറങ്ങുന്നുണ്ട്, ഡി സി വോൾട്ടേജ് പാനൽ ഇറങ്ങുന്നുണ്ട്. ഇതിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ആ പ്ലസ് മൈനസ് കറക്റ്റായിട്ട് നോക്കുക. ഉണ്ടോ, ഇപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് 24 വോൾട്ടിൻ്റെ പാനലാണെങ്കിൽ കൂടിയും നമുക്ക് 37 വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതായത് ഹൈ ആംബിയർ ഏകദേശം 8 ആംബിയർ അല്ലെങ്കിൽ 9 ആംബിയർ നമുക്ക് കമ്പനി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോളാർ എവിടെ ഇൻവെർട്ടറിൽ കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഏകദേശം ഒരു 30 വോൾട്ടേജ്, നല്ല വെയിലുള്ള സമയങ്ങളിൽ ഒരു 30 വോൾട്ടേജ്, ഒരു 9 ആംബിയർ നമുക്ക് മസ്റ്റായിട്ടും കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പാനൽ വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് 24 വോൾട്ടേജിൻ്റെ പാനലാണെങ്കിൽ നമുക്ക് 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ആൾക്കെല്ലാം അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.